അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം. ഹലോ ഗൈസ്, സാധാരണഗതിയിൽ ശവസംസ്കാര ചടങ്ങുകളുടെ വീഡിയോ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം, ഇതുപോലൊരവസ്ഥ ഒരാൾക്കും നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും കരയും. ഞാൻ നന്നായിട്ട് കരഞ്ഞു. അത്രയും അധികം ഇമോഷണൽ ആയി പോകുന്ന ചില നിമിഷങ്ങൾ ഇതിലുണ്ട്. ഏറ്റവും പ്രധാനം ബിൻസിയുടെ പിതാവിന്റെ ആ ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു മർഡർ കേസാണ് ബിൻസിയുടെയും സൂരജിന്റെയും. കുവൈറ്റിൽ നഴ്സ് ദമ്പതികളായിട്ടുള്ള മർഡറുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ, നിരവധി കോൺട്രവേഴ്സി, അതുപോലെ തന്നെ നിരവധി വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഞാനൊരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു. അതായത് ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഏറെക്കുറെ 90% ശരിയായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം ഞാൻ വിശദമായി സംസാരിക്കാം. എനിവേ, ഇന്നലെ ഇവരുടെ ശവസംസ്കാര ചടങ്ങ് നടന്നു. സൂരജിന്റെ നാട്ടിൽ തന്നെയാണ് നടന്നത്. സൂരജിന്റെ പള്ളിയിലാണ്. ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത്, ഇവരെ ഒരുമിച്ചാണ് അടക്കിയത്. ഒരേ കല്ലറയിൽ ഒരുമിച്ച് ഇവരെ അടക്കുന്നു. ബിൻസിയുടെ മാതാപിതാക്കൾ വളരെ സജീവമായി ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. നമ്മുടെ ആരുടെയും മനസ്സിനെ ഉള്ളിലേൽപ്പിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ബിൻസിയുടെ അപ്പൻ ചെയ്ത, അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യ, അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി, അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിനൊക്കെയുള്ള എല്ലാ ഉത്തരവും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിവേ, അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി അത് നമുക്കൊന്ന് കാണാം. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം. കഴിവില്ലാത്തോ വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അതായത് ഇവിടെ ഒരുപാട് പേര് ഒരുപക്ഷെ ഒരു ചോദ്യം ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് തന്റെ മകളെ കൊന്ന സൂര്യ എന്ന് പറയുന്ന തന്റെ മരുമകനെ ഉമ്മ കൊടുക്കാൻ ഈ ഒരു പിതാവ് തയ്യാറായത്? ഈ ഒരു അടക്കവുമായി ബന്ധപ്പെട്ട് പോലും, അതായത് തന്റെ മകളെ കൊന്ന സൂരജിന്റെ പള്ളിയിൽ അടക്കാൻ, അല്ലെങ്കിൽ അവനോടൊപ്പം അടക്കാൻ എന്തിനാണ് ഈ പിതാവ് അനുവദിച്ചതെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇതുപോലൊരു കാഴ്ചയും കൂടെ കാണാൻ സാധിക്കുന്നത്. എനിവേ, ഏറെ ദുഃഖകരമായ, ഇതുപോലെ ഈ അടുത്ത കാലത്ത് ഈ ഇത്രയും ദുഃഖകരമായ ഒരു സീൻ കണ്ടിട്ടില്ല. ആ മക്കളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ പിഞ്ചു മക്കളുടെ അപ്പനും അമ്മയും ഒരുമിച്ച് മരിച്ചു കിടക്കുന്ന കാണേണ്ടി വരുന്ന 2ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന മക്കളുടെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഒരു മക്കൾക്കും ആ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. എനിവേ, ഈ ഒരു സംസ്കാര ചടങ്ങ് ഏതാണ്ട് 1,80,000 2 ലക്ഷം പേരോളം കണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ അവിടെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഈ പിതാവ് എന്തുകൊണ്ട് ഇതൊക്കെ അനുവദിച്ചു? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞ ചില വിവരങ്ങൾ, അതിൽ ഒരുപാട് ഫേക്ക് സംഭവങ്ങളുണ്ട്. ബിൻസിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ ഒരു ഓഡിയോ പ്രചരിച്ചു. മുകേഷ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധമുണ്ട്, അയാളാണ് നാട്ടിൽ നിന്ന് മടങ്ങി തിരികെ ചെന്നപ്പോഴത്തേനും എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കിയത്. ആ ഒരു വോയിസ് തന്നെ ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. സോ അതെന്താണെന്ന് അറിയാൻ ഞാൻ കുവൈറ്റിലുള്ള നിരവധി ആളുകളോട് സംസാരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ എന്റെ നാട്ടുകാരൻ കൂടിയായ ഒരു വ്ളോഗർ കൂടിയായ അച്ചായൻ കുവൈറ്റ് എന്ന് പറയുന്ന കുവൈറ്റിലുള്ള എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു കാര്യം, ജിനു അളിയ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത് തന്നെയാണ്. ആർക്കും ഒരു നിജസ്ഥിതി അറിയത്തില്ല. അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇവര് രക്തം കളം കെട്ടി കിടക്കുവാണ്, പിന്നെ വീട് അകത്തുനിന്ന് പൂട്ടിയേക്കുവാണ്. അന്നേരം ഒരു കാരണവശാൽ ഇവര് തമ്മിലുള്ള ഒരു വാഗ്വാദം ദേഷ്യം കൊണ്ട് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിജസ്ഥിതി വന്നേക്കുന്നത്. പിന്നെ ഈ റൂമേഴ്സ് ഇപ്പൊ ഇറങ്ങിയേക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതാണ് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്തത്.
എന്ത് ചെയ്യാനാ, ഒരുമാതിരി മരിച്ചു, മണ്ണടിഞ്ഞു, ബോഡിയും പോയപ്പോഴത്തേക്ക് ഇപ്പൊ 100 കണക്കിന് റൂമേഴ്സ്, അങ്ങനെ ബന്ധമുണ്ട്, ഇങ്ങനെ ബന്ധമുണ്ട്, അവര് എന്തോ എയർപോർട്ടിൽ നിന്ന് നേരത്തെ വന്ന് ഇവരതാണ്ട് ഇവനുമായിട്ട് കമ്പനി ആയിരുന്നെന്നോ ഇങ്ങനെയൊക്കെ അടിച്ചു വിടുകയാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത്? കാരണം മൂന്നാമതൊരാൾ പറയാനില്ല. പക്ഷെ അടുത്തുള്ള കൂട്ടുകാരിപ്പം പറയുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ആൾക്കാർ ചുമ്മാ ഓരോന്ന് അനാവശ്യങ്ങൾ പടച്ചു വിടുക എന്നാണ് അടുത്തുള്ള കൂട്ടുകാർ പറയുന്നത്. അതായത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. മുകേഷ് എന്ന് പറയുന്ന ഒരു കാമുകനുണ്ടെന്ന് മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തതായിട്ടോ, മൂന്നാമതൊരാൾ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ടോ, ഫോണിലൂടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയതായിട്ടോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മറ്റൊരാളുടെ പ്രചോദനം ഉണ്ടായതായിട്ടോ ഒന്നും തന്നെ ഇതുവരെ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് പോലീസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുവൈറ്റ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അത് കുടുംബത്തോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ അപ്പൻ എന്തുകൊണ്ടാണ് സുരജിന് അടക്കം ഉമ്മ കൊടുത്തത് എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണത്. അതായത് ഈ ഒരു മരണം എങ്ങനെ നടന്നു എന്നുള്ള ഒരു വിശദ വിവരം കുടുംബത്തിന് കുവൈറ്റ് മിനിസ്ട്രി കൈമാറിയിരിക്കുന്നു. വൃത്തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലോട്ട് ബിൻസി പോകുന്നതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം സൂര്യനുണ്ടായിരുന്നു. അതിനെ ചൊല്ലി വഴക്കുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഇവർ തങ്ങളിൽ വഴക്കുണ്ടാവുന്നു. അവിടെ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് രണ്ടുപേരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു പറയുന്നു. എന്നാൽ പിന്നീട് അറിഞ്ഞത് സൂരജ് ബിൻസിയെ കൊന്നതിന് ശേഷം, കഴുത്തറത്ത് കൊന്നതിന് ശേഷം തന്റെ കൂട്ടുകാർക്ക്, പെൺ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ബിൻസിയുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കൊടുക്കുകയും താൻ അവളെ കൊന്നു, താനും മരിക്കുവാണെന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത് എന്തുകൊണ്ടാണ് ബിൻസിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നത്? അതിനുള്ള ഉത്തരം അവിടെ ഇല്ല. അതായത് മനസ്സിലാക്കുന്നത് ബിൻസിയും സൂര്യയും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് അവിടെ മൂന്നാമതൊരാൾ വന്നിട്ടില്ല, കതക് തുറന്നിട്ടില്ല, പുറത്തുനിന്ന് ഒരാൾ കയറിയിട്ടില്ല. പോലീസ് വന്നിട്ട് കതക് പൊളിച്ചാണ് ഇവരുടെ ഡെഡ് ബോഡി കാണുന്നത്. അതായത് ഇവർ വഴക്കുണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ ബിൻസി കത്തിയെടുത്തിരിക്കാം. ആ കത്തിയിൽ നിന്നുള്ള 5ഓളം കുത്തുകൾ സൂരജിന്റെ ദേഹത്തും ഉണ്ടായെന്ന് പറയുന്നു. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായ സമയത്ത് ബിൻസി ഒരുപക്ഷെ സൂരജിനെയും ദേഷ്യം പൂണ്ട് കുത്തിയതായിരിക്കും, മനഃപൂർവ്വം കുത്തിയതായിരിക്കില്ല. അത്രയും അധികം ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്ക് മറ്റാരെങ്കിലുമായിട്ടുള്ള ബന്ധം ആരോപിച്ചതായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കാം, നമുക്കതൊന്നും അറിയില്ല. ഇനിമേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നു. ആ കുത്തിനൊടുവിൽ നമുക്കറിയാം ഒരു അടി ഉണ്ടാകുമ്പോഴത്തേന് വിജയിക്കാനാണ് പൊതുവെ ആരും ശ്രമിക്കുന്നത്. ആ കുത്തിനൊടുവിൽ തന്റെ വിജയം ഉറപ്പിക്കാനായി സൂരജ് ബിൻസിയുടെ കഴുത്തിറക്കുന്നു. ബിൻസി മരിക്കുന്നു. അതിനെ തുടർന്ന് നമുക്കറിയാം കുവൈറ്റിൽ ഒരാളെ കൊന്നാൽ ഉണ്ടാവുന്ന ശിക്ഷ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടായിരിക്കാം സൂരജ് തന്റെ ജീവിതം ബലി കൊടുക്കുന്നു. സൂരജും കുത്തിമരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു സംഭവം എന്ന് പറയുന്നത് സൂരജിനും ബിൻസിയുടെ കയ്യിൽ നിന്നും കുത്തേറ്റിരിക്കുന്നു എന്നുള്ള സംശയമാണ്. ബിൻസിയുടെ കയ്യിൽ ഇരിക്കുന്ന കത്തി കൊണ്ട് സൂരജിനെ കുത്തിയിരിക്കുന്നു. മരണത്തിന് ശേഷം ബിൻസിയുടെ കയ്യിൽ കത്തി പിടിപ്പിച്ചതാണോ, ആ കത്തി കൊണ്ട് സ്വയം സൂരജ് മുറിവേൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. ഇത് മൂന്നാമതൊരാൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും കുവൈറ്റിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഈ ഒരു മരണത്തിൽ രണ്ടുപേർക്കും തുല്യ പങ്ക് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി രണ്ട് കുടുംബങ്ങൾക്ക് മനസ്സിലാവുന്നു. സോ തന്റെ മകളുടെയും മരുമകന്റെയും മരണത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണക്കാരാണെന്ന് ഈ കുടുംബങ്ങൾ മനസ്സിലാക്കുന്നു. എസ്പെഷ്യലി ഈ ഒരു പിതാവ് അത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് മരുമകനോട് ഇദ്ദേഹം പുറത്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനും അതിന് കഴിയില്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ കേസും വഴക്കുമായി സംശയമുണ്ട്, ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇവിടെ അതൊന്നും ഇവർ ചെയ്യാൻ തയ്യാറായില്ല. തന്റെ മകളുടെ പിഴവ് കൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ കൊല്ലപ്പെടേണ്ടി വന്നത് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ഇവർ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം, രണ്ടുപേരുടെയും മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം. സോ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വലിയ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഒരുപക്ഷെ ഈ രണ്ടു കൂട്ടർക്കും ചില സുഹൃത്തുക്കളോ അടുത്ത ബന്ധമുള്ളവരോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ അത് വലിയ രീതിയിലുള്ള അവിഹിത ബന്ധമായി ഇവിടെ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ മരണത്തിന്റെ പ്രധാന കാരണം പെട്ടെന്നുണ്ടായ, അതായത് മുൻകൂട്ടി കൊല്ലണമെന്ന് കരുതി ചെയ്തതല്ല, പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്ത ചില അബദ്ധങ്ങൾ കൊണ്ടാണ് ഇവർ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പിഴവ്. നിസ്സാര കാര്യത്തിന് ഈ രീതിയിൽ വഴക്കുണ്ടായിട്ട് രണ്ടുപേരും കത്തിയെടുത്ത് മൂന്നാമതൊരാൾ പിടിച്ചു മാറ്റാനോ ഒന്നുമില്ലാത്ത ഒരു ഘട്ടത്തിൽ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളും ചെയ്യാൻ പാടില്ല. ഈവൻ ഇനി ഒരാൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോലും, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോലും എന്തിനാണ് കൊല്ലാൻ നിൽക്കുന്നത്? കൊല്ലുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? നേരെ മറിച്ച് ഇങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇനി അവിഹിത ബന്ധമായിക്കോട്ടെ,
ബിൻസിയുടെ വഴിക്ക് വിടുക. സൂരജിന് ബിൻസിയെ ഡൈവേഴ്സ് ചെയ്താലും നല്ല രീതിയിൽ ഇപ്പോഴും മറ്റൊരു നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിവാഹ ജീവിതം നയിക്കാനുള്ള എല്ലാ ശേഷിയുമുണ്ട്. ബിൻസിയുടെ കാര്യം മറച്ചില്ല. ഇതൊക്കെ കഴിയുമെന്നിരിക്കെ ഈ രീതിയിൽ കാണിച്ച ഈ ഒരു മണ്ടത്തരം അതിന് വലിയ വില കൊടുക്കേണ്ടി തന്നെ വന്ന് ഏറെ ദാരുണമായ സംഭവം. ഇതുപോലൊരവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഒരുമിച്ച് ഒരേ കല്ലറയിൽ അവരെ അടക്കപ്പെട്ടിരിക്കുന്നു. ഏറെ ദുഃഖകരമായ, ആരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവം.